നമ്മൾ വണ്ടി രാവിലെ തന്നെ അടിപൊളിയായിട്ട് കഴുകി ഇനി ഒരു കടയുടെ ഉള്ളിലേക്ക് അവിടേക്ക് തിരിച്ചു നിർത്തി ഇറക്കാം. നമ്മൾ കട്ട പോസ്റ്റായിട്ടോ ഗൈസ്. എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വെളുത്തുള്ളിയുടെ വണ്ടി പോകണുണ്ടോ, പകുതി ഇറക്കിയിട്ട് നമ്മുടെ വണ്ടിയുടെ ഇവിടെ ഇറക്കാനുള്ളത് ഫുള്ള് ഇറക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ വൈക്കോല് കണ്ടമാനം ഒരു ഓട് സെറ്റ് ചെയ്യാൻ ശരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ തമിഴ്നാട്ടിലെ ആദ്യത്തെ ഫുഡ് കേട്ടോ കൊഞ്ചം കൂടി പോതും. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നാലേ ഇവിടുന്ന് ഒരു ബസ്സിൽ കയറിയിട്ടോ കണ്ടോ 5 ഉറുപ്പിക്ക് നമ്മൾ ഇവിടം വരെ എത്തിയിട്ട് നമ്മളൊരു കാടയും കൂടി പറഞ്ഞിട്ട് ഇവിടെ ഇരിപ്പ് കണ്ടിട്ട് ഇതൊന്നും അങ്ങനെ വിടാൻ തോന്നണില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്ന് നിൽക്കുന്നത് ദണ്ഡിക്കലാണ് ഗൈസ്. ദണ്ഡിക്കല്ലിൽ ഞങ്ങൾ ഇന്നലെ ഓർഡർ ഇറക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഓർഡർ ഇറക്കാനായിട്ട് ഇന്നലെ രാത്രി അല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്ന് പുലർച്ചെ 4:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി 8 മണി ആയപ്പോഴേക്കും ഇവിടെ ഇറക്കാനുള്ള ചേച്ചിമാർ കുറേ പേര് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇറക്കാനുള്ള ചേച്ചിമാർ വന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒന്നും കഴിച്ചില്ല. പിന്നെ ടോയ്ലറ്റിലും കാര്യത്തിലൊക്കെ പോയി. അത് അവിടെ തൊട്ടപ്പുറത്ത് പേ ആൻഡ് യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നതേ കാണുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ അവിടം വരെയൊക്കെ പോയി എന്താ പറയുക ഫ്രഷായി മൊത്തത്തിൽ. പിന്നെ ഇതിപ്പോൾ തലമുടി കഴിയുമ്പോൾ രണ്ടിരിക്കുന്നത് മുകളിൽ നിന്ന് കാറ്റടിച്ചിട്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ അവർ ഇറക്കണ സമയത്ത് നമുക്ക് ചെയ്യാനുള്ള അല്ലറ ചില പരിപാടികൾ ഉണ്ടായിരുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറച്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് ഈ ഒരു സംഭവം നമ്മുടെ പ്ലഗിൻ്റെ സംഭവം കത്തിപ്പോയി എന്നാണ് അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ നമ്മൾ പുതിയൊരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഫ്യൂസ് നമ്മൾ അത് സെറ്റാക്കി. നീ ഫ്യൂസ് ഇട്ടൂലേ? അപ്പുറത്തും പിടുത്തായി. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ ശരിക്കും. അപ്പോൾ നീ ഇലക്ട്രോണിക് എഞ്ചിനീയർ ആണല്ലോടാ അല്ലേ? പുറത്ത് പറയാത്തല്ലേ നീ വീടിൻ്റെ അവിടെ ആൾക്കാർ ഫീസ് കെട്ടാൻ എങ്ങനെ കൊണ്ടുപോയാലും വിചാരിച്ചിട്ട് ശരി അത് കട്ട് ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂട്ടിമുട്ടിച്ച് മറ്റേ ഫ്യൂസ് അടിച്ച് കൊണ്ടാട്ടോ മുട്ടിയാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് എഞ്ചിനീയറാന്നൊക്കെ പറയുകയും ചെയ്തു. വീടിൻ്റെ അവിടുത്തെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ കാരണം ഒരേ ഫ്യൂസ് കിട്ടിയതാന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അതും പ്രശ്നമാവില്ലേ. അതുകൊണ്ട് തന്നെ അത് പുറത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കേട്ടവരാരും തന്നെ പുറത്ത് പറയുകയും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഒരു കേസുണ്ട്. അപ്പോൾ ബാക്കിൽ ചേച്ചിമാർ ഇറക്കിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം ചെറിയ രീതിയിൽ വെയിലുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയില്ല. എവിടെ എ സിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ, ഉള്ളിൽ ചെയ്യാനുള്ള കുറച്ച് വയറിങ്, ആ GPS ഒട്ടിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ ഈ പ്ലഗ് പോയിന്റ് ശരിയാക്കൽ, ചെറിയ കാര്യങ്ങൾ എന്താ പറയുക ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇൻസ്റ്റലേഷൻ ടൈപ്പ് ആണോ? എവിടെയാ? ഇൻസ്റ്റലേഷൻ ടൈപ്പ് എന്നാ പിടിച്ചോ. അപ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. അപ്പോൾ ഇവൻ നല്ലൊരു ഇലക്ട്രീഷ്യനാണെന്നും കൂടി തെളിയിച്ചിരിക്കുകയാണ് ഗൈസ്. അജീഷ്, നീ ഡ്രൈവർ അജീഷ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രീഷ്യൻ അജീഷും കൂടിയാണ് കേട്ടോ. ഓക്കെ, സമ്മതിച്ചില്ലേ? അത് കേട്ടവരവിടെയും പുറത്ത് പറയരുത്, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമുള്ള കേസല്ല കേട്ടാ. അപ്പോൾ ആരും നിങ്ങൾ പറയരുത്, 2ാം ക്ലാസ് പറയണത്, അതായത് പുറത്ത് പറയരുത്. ഞാനായിട്ടും പുറത്താരോടും പറയണില്ല. അപ്പോൾ ഇന്നലെ സുഖമായിട്ടുള്ള ഉറക്കം കിട്ടിയില്ലേ വന്നിട്ട്? അതിലും കുറച്ച് നേരം കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങി. ഒരു 4:00 വന്നു, ഒരു 7 മണി വരെ കുറച്ച് നേരം കിടന്നുറങ്ങിയുള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല സുന്ദരമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. പിന്നെ വണ്ടിയാണെങ്കിൽ ഇവരുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇടാനും പറ്റി. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ലോഡ് ഇറക്കണത്. ദണ്ഡിക്കല്ല് സെൻറ്ററിൽ തന്നെ. ഇവിടുന്ന് മെയിൻ റോഡ് ശരിക്കും പറഞ്ഞാൽ കളർഫുള്ളായിട്ടുള്ള വണ്ടി പോകണമെങ്കിൽ എന്താ അടിപൊളി വണ്ടിയാന്ന് നോക്കി. 4 കിലോമീറ്ററും കൂടി ഉണ്ട്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ റോഡ് സൈഡിലാണ് ഇറക്കിയത്. തമിഴ്നാട് ട്രാൻസ്പോർട്ടാണ് പോണത് കേട്ടോ. ഗ്യാസ് വണ്ടി കാര്യങ്ങളൊക്കെ പോകേണ്ട. ഇവിടെ നല്ല വ്യൂ. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വെറുതെ ഇരിക്കാൻ ഇഷ്ടമാട്ടോ. അത് AC ഉണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് ഇങ്ങനെ മെല്ലെ ഇരിക്കുന്നത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതിന് എങ്ങനെയെങ്കിലും ഇറങ്ങി പോയാൽ മതി എന്നാവും രജീഷ അല്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ ചൂട്ടത്ത് പുഴുങ്ങാൻ വെച്ച പോലെ വണ്ടിയുടെ ഉള്ളിൽ കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതിറക്കി ഇവിടെ എനിക്ക് തോന്നുന്നു പകുതിയോളം ഇവിടെ ഇറക്കും. ഇവിടെ നിന്ന് പകുതി ഇറക്കുന്നത് തേനിയിലാണ്. അപ്പോൾ തേനിക്ക് ഇത് ബാലൻസ് കൊണ്ടുപോയി അവിടെ ഇറക്കിയിട്ട് വേണം അവിടെ നിന്ന് എന്ത് ഓട്ടാണ് തിരിച്ച് എന്നുള്ള സംഭവമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഓരോരോ ചെറിയ പണി കഴിഞ്ഞിട്ട് ഇനി നേരെ ചായ കുടിക്കാൻ പോകും അല്ലേ അജീഷ? ചായ കുടിക്കാൻ പോകും. അതാണ്. പിന്നെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വെള്ളമൊക്കെ ഒരു 20 ലിറ്ററിൻ്റെ 10 ലിറ്ററിൻ്റെ ക്യാൻ ഉണ്ടായിരുന്നു. അതൊക്കെ മറ്റേ കുപ്പിയിൽ നിറച്ചു. പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇൻറ്റീരിയർ കുറേ പ്രാവശ്യം ആൾക്കാർ പറഞ്ഞു ക്ലീൻ ചെയ്യണം. എനിക്കും അറിയാം, അടുത്ത ദിവസം തന്നെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അടിപൊളിയാക്കുന്നതായിരിക്കും. എല്ലാ സംഭവം സെറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ട് അത് മാത്രം ചെയ്യാണ്ടിരിക്കില്ലല്ലോ. എല്ലാം അടിപൊളിയാക്കി പെർഫെക്റ്റ് ആക്കും. അതൊരു പ്രാവശ്യം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമുള്ള കേസല്ല, മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് അപ്പം എന്ത് ചെയ്യുന്ന പറയും, പല്ല് തേച്ച് വൃത്തിയായി കുളിച്ചില്ല കേട്ടോ. അത് ലേശം ആർഭാടായി അല്ലേ? കുളിച്ചു എന്ന് പറഞ്ഞെങ്കിൽ പല്ല് തേച്ച് എന്താ പറയുക ടോയ്ലറ്റൊക്കെ പോയി വന്ന് അപ്പം തന്നെ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ കഴുകി ക്ലീനാക്കി. അജീഷ അറിഞ്ഞു? അത് നീ വണ്ടി കഴുകി വരും വലുത് അറിഞ്ഞ? ഞാൻ നീ വണ്ടിയിലേക്ക് നോക്കിയില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാ വണ്ടിയുടെ ഫ്രണ്ട് ഇരിക്കാൻ നോക്ക്. ഫുള്ള് കഴുകി ഞാൻ കുട്ടപ്പനാക്കി. ഫുള്ളൊക്കെ അടിച്ചു വാരി അതേപോലെ ഫ്രണ്ടൊക്കെ കഴുകി ക്ലിയർ ആയില്ലേ? ഓക്കെ ആയാ? ഇല്ല
ഫ്യൂസ് അടിച്ച് പോയി. അപ്പോൾ അപ്പോൾ ഇതെന്താന്നുള്ളത് നോക്കണം. ഹസാഡ് വർക്ക് ചെയ്യുന്ന നോക്കി, ഹസാഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹസാഡിൽ നിന്ന് ലൈറ്റ് എടുത്തേക്കണം. അപ്പോൾ ശരിയായില്ലോ. ആ ഫ്യൂസിൻ്റെ ഇടാ, ഫ്യൂസ് നമുക്ക് ഒരെണ്ണം മേടിച്ചിട്ട് നോക്കി പോകും. കണ്ടോ ഫ്യൂസ് ഈ അനക്കുന്ന സമയത്ത് അവിടെ ലൈറ്റ് വരുന്നില്ലേ? ആ ഫ്യൂസ് ഇവിടെ വലിയ ഇലക്ട്രീഷ്യൻ കടി ഉണ്ടെങ്കിലേ കിട്ടുമെന്നുള്ളത് നോക്കി നോക്കാം. അതിന് കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ഓക്കെയാണ്. പക്ഷേ തൽക്കാലികമായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ എന്നല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ ആ സാധനം ഇങ്ങനെ സെറ്റായില്ലേ? അപ്പോൾ നിൻ്റെ ആ ടെൻഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ GPS-ൻ്റെ ഈ സാധനം ഒട്ടിക്കണം. അത് ശരിയാക്കണം. അത് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് അവിടുന്ന് ലേശം കാണില്ലാത്ത രീതിയിൽ ഇല്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടാം നമുക്ക്. അതന്നെ ആ കാണില്ലാത്ത ഉള്ളിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭംഗിയായിട്ട് നിന്നുള്ള ആ വയർ അധികം വളച്ചു കൊണ്ടിട്ട് എവിടെ വരെ കിട്ടുമെന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കാണാൻ പാടില്ല വയറ. അത് ഞാൻ ശരിയാക്കിക്കോളാം, ക്ലിയർ ആക്കിയിട്ടോളാം. പ്രശ്നമുള്ള അങ്ങനെ വേണ്ട അങ്ങനെയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് മാറ്റി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാത്ത രീതിയിൽ ഇങ്ങനെ കൊണ്ടുവരാം. അതെങ്ങനെയാ വെച്ച് നോക്കിയിട്ട് അതെന്താ വെച്ചാൽ അവിടെ കൊടുക്കണേക്കാളും മുന്നേ അപ്പുറത്തെ വയർ ഉണ്ടല്ലോ, അവിടെ വയറ് വിട്ടാൽ കിടക്കണേ. ആ വയറൊക്കെ ഇൻസുലേഷൻ അടിക്കണം. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാം അങ്ങനെയുള്ള പണികൾ. പിന്നെ നമ്മുടെ ഫാസ്റ്റാഗ് ഇവിടെ ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് പുറത്തുനിന്ന് നോക്കിയില്ല ഒട്ടിച്ചു. അത് അജീഷ് ഒന്ന് നോക്കണം കേട്ടോ, അത് കറക്റ്റ് ചെയ്ത് ഒട്ടിക്കണേ. നീ പുറത്തിറങ്ങി നിൽക്കുക. ഡബിൾ സൈഡ് ഇറക്കിയിട്ട് ഒട്ടിക്കാൻ നിൽക്കണ്ട. ഇപ്പം ഇങ്ങനെ ഇതിൽ തന്നെ നിൽക്കട്ടെ. നമുക്ക് മറ്റത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കണം എന്ന് പറഞ്ഞില്ലേ നമ്മൾ, ആ സ്റ്റിക്കർ ഒട്ടിക്കൽ കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റി ഒട്ടിക്കാം. അപ്പോൾ ഗ്ലാസിൻ്റെ തൊട്ട് മുകളിൽ ഇതിൻ്റെ മുന്നിലാവുമ്പോഴേ തടസ്സമൊന്നും ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ഓട്ട് കമ്പനിയും കാര്യങ്ങളും അതേപോലെ അവർ ഓർഡർ ആക്കുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ വല്ലതും കഴിക്കുകയും ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് അല്ലേ. നമ്മുടെ ഈ സ്റ്റിക്കർ ഒട്ടിച്ചോടത്തെ ഒരു ഗോപ്രോൻ്റെ സ്റ്റിക്കറിൻ്റെ കുറവുണ്ട്. കുറേ കാലങ്ങളായി ഇത് ഞാൻ കാറിൽ ഒട്ടിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇപ്പോൾ നോക്കിയപ്പോൾ എന്തായാലും ഈ സംഭവത്തിലേക്ക് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ഒട്ടിക്കാമെന്ന് വെച്ചു. അജീഷേ, ഒരു സ്റ്റിക്കർ നമ്മൾ ഇവിടെ ഒട്ടിക്കാൻ പോയിട്ട് അപ്പുറത്ത് പുറത്തായിട്ട് ഡോറിൻ്റെ സൈഡിലേ ഇതിവിടെ ആയിട്ട് 2 സ്റ്റിക്കർ ഒന്ന് പിടിച്ചത്. ഒരെണ്ണം മുകളിലൊട്ടിക്കണം, അടിയിലൊട്ടിക്കണം. ഇവിടെ ഒട്ടിക്കാം അല്ലേ? ഫിനിഷിങ് കിട്ടിക്കാലോ. അല്ല ഒരെണ്ണേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഈ മുകളിലത്തെ ഗ്യാപ്പിൽ ഒട്ടിക്കാം. കറക്റ്റ് ആവണേ. ഓക്കെ അല്ലേ? കിടക്കട്ടെ. ഓക്കെ, ചെരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. പൂർണ്ണ ഉത്തരവാദി നീ ആവട്ടെ. ചെരിഞ്ഞ ഒട്ടിച്ച ആൾക്ക് കംപ്ലൈന്റ് ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? കളിക്കുക. അടിപൊളി. അപ്പുറത്തെ സൈഡിലും ഓരോ ഒട്ടിക്കാണ്ട് പാ. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് അത് കളിക്കില്ലേ? അപ്പോൾ ഒരു സ്റ്റിക്കർ അങ്ങനെ അഡീഷണൽ കയറും. നന്നായിക്കോട്ടെ. ചായ പിടിക്കാൻ പോവാം. ഓക്കെ, ബില്ല് കൊടുക്കാം. അപ്പോൾ ചായ പിടിക്കാം. നമ്മൾ വണ്ടി രാവിലെ തന്നെ അടിപൊളിയായിട്ട് കഴുകിയിട്ട് കേട്ടോ. അതായത് ഫുൾ കഴുകിയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ചില്ലിൻ്റെ താഴത്തേക്കുള്ള ഭാഗവും അതേപോലെ തന്നെ ആ സൺഷെയ്ഡും മറ്റത് മുകളിലേക്കും നമുക്ക് എത്തണില്ല. കൈ പിടിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ആ ചില്ലിൻ്റെ അവിടം വരെയാ എത്തുള്ളൂ. പിന്നെ ചില്ലിലുള്ള പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ വൈപ്പർ ഇട്ടിട്ട് കളഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവും. ഇനി അടിയിൽ എവിടെയെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കുക, ആ മറ്റേ ബ്ലാക്ക് അടിക്കാൻ പറ്റുമെന്നുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നിർത്തിക്കോളൂ കേട്ടോ അജീഷ്. എവിടെയെങ്കിലും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പീസ് ഇതേപോലെ ഇവിടെ ഒരു പീസ് കിടി ഇങ്ങനെ ഒട്ടിക്കണം. എന്നാലാണ് ആ ഒരു അത് തന്നെ ആ വയറേയും അതുപോലെ എന്തെങ്കിലും സാധനം ഇട്ട് കഴിഞ്ഞാലും ഒന്നും കാണില്ല. എല്ലാം അങ്ങനെ ഭംഗിയായിട്ട് അങ്ങനെ നിന്നോളൂ. അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിമാർ ഇത് ഇറക്കി ഓടും. ഫുള്ള് സാധനങ്ങളൊക്കെ അട്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇവരുടെ ഇതുകൾ തന്നെയാണ്. ഗോഡൗണിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഫുള്ള് സാധനങ്ങൾ അട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ട് ഇതേപോലെ തന്നെ കണ്ടോ. ഈ റോട്ടിൽ മുതൽ അതുപോലെ തന്നെ കണ്ടു. ഇവിടെയൊക്കെ ഫുള്ള് ഏരിയ അതേപോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. ഇഷ്ടംപോലെ ചായക്കടയ്ക്ക് പഞ്ഞില്ല. അവിടെ ഒന്ന് ഇവിടെ ഒന്ന് 2 1 2 3 4 5 6 ചായക്കട ഉണ്ട്. നമുക്ക് ഇവിടെ അടുത്തുള്ളടത്ത് കഴിക്കാം അല്ലേ? ഇവിടേക്കേ പോവാം. വാ. നമ്മൾ പുറത്ത് ദോശക്കല്ലും അതുപോലെ തന്നെ എന്താ പറയുക പുറത്ത് കിച്ചനുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കാറ്. അപ്പോൾ ഇവിടെയും നമുക്ക് പുറത്ത് കിച്ചനുള്ള സംഭവം കിട്ടി. ദോശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാം. തമിഴിലാണ് അവിടെ ബോർഡ് കണ്ട. കല്യാണത്തിൻ്റെ പോലെ ഇല വിളമ്പിയേക്കണം. ഇല മാത്രമല്ല, ഇലയുടെ അടിയിൽ പാത്രമുണ്ട്. അജീഷ് അത് കഴുകി അല്ലെങ്കിൽ കീറി അല്ലേ? കീറി
കീറിയല്ല സ്വന്തമാണ്. എൻ്റെയും കീറിയുണ്ടോ അതേ കണ്ടോ. അപ്പോൾ എല്ലാ ചെറിയ കീറലൊക്കെ ഉണ്ടെങ്കിൽ അറിയാണ്ടിരിക്കാൻ അടിയിൽ പാത്രം വെച്ചാൽ അല്ലെങ്കിൽ പുറത്ത് പോവില്ലേ. ഇവിടുത്തെ സ്പെഷ്യലായ പൂരി മസാല അല്ലേ, പൂരി മസാല ഇവിടെ സ്പെഷ്യൽ ദോശയാണ്. ആണോ? പൊങ്കലില്ലേ? പിന്നെ പൊങ്കൽ, പൊങ്കൽ വേണ്ട, പൊങ്കൽ അത്രയും ഇല്ല, അത് പൊങ്കലിനെ കഴിക്കാം നമുക്ക്. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പൂരി കഴിച്ചാൽ നാളെ നമ്മൾ ദോശയിലേക്ക് മാറും. എല്ലാ ദിവസവും വെവ്വേറെ ഫുഡാണ്. അപ്പോൾ മാറ്റി ഒന്ന് പരീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കടകളിൽ വന്നാൽ ഇപ്പോൾ ഇവിടെ നല്ലതാണെങ്കിൽ പിന്നെ ഈ വശത്തേക്ക് ഓട്ടം വരികയാണെങ്കിൽ പിന്നെ ഇവിടുന്ന് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നോക്കി വെക്കണത്. പ്ലേറ്റ് വന്നിട്ടുണ്ട്, ഇനി എന്താ പറയുക ഫുഡ് എപ്പോഴാണ് വരുന്നതെന്നുള്ളത് അറിയില്ല. നമ്മുടെ അവിടെ പോലെ അലമാരിയിൽ ഇട്ട് വെച്ചേക്കണതല്ല കേട്ടോ. പറഞ്ഞ അപ്പോൾ തന്നെ ദേ അവിടെ ഇരിക്കണ അതിൽ നിന്ന് എടുത്ത് വെളിച്ചെണ്ണയിലേക്ക് ഇടുള്ളൂ. നമ്മളുടെ അവിടെ എങ്ങനെയാ വെച്ചാൽ രാവിലെ തന്നെ ഈ സംഭവം മൊത്തം ഉണ്ടാക്കി അലമാരിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇവിടെ അങ്ങനത്തെ കേസില്ല. പറഞ്ഞ അപ്പോൾ തന്നെ സംഭവം റെഡിയാകണ്ട. ചുട്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ പൊളച്ചു. അപ്പോൾ ആൾ ചുട്ട് മെല്ലെ എടുക്കട്ടെ. ഞാൻ വിചാരിച്ചു എന്താ സമയം എടുക്കണമെന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ, കയ്യോടെ ഉണ്ടാക്കി തരിക. അതാണ് അത് ആ കേസല്ല അവിടെ. അപ്പോൾ തമിഴ്നാട്ടിലെ ആദ്യത്തെ ഫുഡ് കേട്ടോ. അടിച്ച് ഒതുക്കാണ്. ചട്നി പിന്നെ എന്തൊക്കെ സാധനം ഉണ്ടല്ലോ. കൊഞ്ചം പോതും, മറ്റേ പറഞ്ഞ പോലെ കൊഞ്ചം കൂടി പോതും. ഇത് തക്കാളി ചട്നി അത് പോതും. പിന്നെ മസാല പോതും. അപ്പോൾ ഇതിന് മസാലക്കറി കൂടി ഉണ്ട് കേട്ടോ. സാമ്പാറുണ്ട്, സാമ്പാർ ഒഴിച്ചില്ല. എന്തൊക്കെ പറഞ്ഞാലും തമിഴ്നാട് ചായ അത് ബെസ്റ്റ് തന്നെയാണ്. അല്ലാതെ പറയാൻ പറ്റും. ചായ സൂപ്പറായിരുന്നു. പക്ഷെ പൂരി ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പൂരിക്കായാലും മസാലക്കായാലും. അപ്പോൾ ഞങ്ങൾ അടുത്ത പ്രാവശ്യം പോലെയാണെങ്കിൽ ഇവിടെ ടെസ്റ്റ് ചെയ്യില്ല, അടുത്ത സ്ഥലത്ത് ടെസ്റ്റ് ചെയ്യില്ല. കാരണം എല്ലാവർക്കും മാറി ടെസ്റ്റ് ചെയ്താൽ അറിയുള്ളൂ. ദോശ ചിലപ്പോൾ കലക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ആകെ പുകയുന്നുണ്ട്. ഒരു ദോശ ഇടുമ്പോഴേക്കും ദോശ പറഞ്ഞാൽ മതിയായിരുന്നു. അതെന്തായാലും പൂരി കഴിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം നീ പൂരി ട്രൈ ചെയ്യില്ല. ബെസ്റ്റിലായ നമ്മുടെ ലോഡ് ഇറക്കുന്ന സ്ഥലം കേട്ടോ. ഇത് സേലത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 171 കിലോമീറ്ററും ട്രിച്ചിക്ക് പോയാൽ 98 കിലോമീറ്ററും, ഡെണ്ടിക്കല് ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ 4 കിലോമീറ്റർ, മധുരൈ 64 കിലോമീറ്റർ, കന്യാകുമാരി 295 കിലോമീറ്റർ ഒക്കെ ഈ റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് അതേസമയം അവിടെ ചേച്ചിമാർ കുറേ പേര് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ കുറേ ഇങ്ങനെ ചെറിയ വണ്ടികൾ കുറച്ച് സംഭവങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ അവർ ഇതിലും ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടോ ഇവിടെയൊക്കെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൂരം ഓടാൻ നോക്കിയ സ്റ്റോക്ക്, ഇത് ഫുള്ള് സ്റ്റോക്ക് തന്നെയാണ്. അത് ഇവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ ഈ കെട്ടിടത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഫുള്ള് സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരമായിട്ട് ഇവർ ഇറക്കിക്കൊണ്ടിരുന്നിട്ട് തീരണില്ലാതെ കണ്ടോ. ഇനി നമുക്ക് അവിടുത്തെ ഒരു 3ാമത്തെ ലൈൻ വരെ എത്തിക്കഴിഞ്ഞാൽ 7000 കല്ലാവുള്ളൂ. ആ 7000 കല്ല് ഒഴിച്ചിട്ട് ബാക്കിയുള്ള കല്ല് മുഴുവൻ ഇവിടെ ഇറക്കാനുള്ളതാണ്. കല്ലല്ല, നമ്മുടെ ഓട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 1, 2, 3, ഒരു 5-8 വരികടിയും ഒരു 6 വരിയുടെ അടുത്ത് ഇനി 8 വരിയുടെ അടുത്ത് ഇനി ഇറക്കാനുണ്ട്. അജീഷാണെങ്കിൽ കിടന്ന് ഉറങ്ങാൻ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ തന്നെയായിരുന്നു നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവനും ഉറങ്ങിയില്ല, ഞാനും ഉറങ്ങിയില്ല, രണ്ടുപേരും ഉറങ്ങിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം എഡിറ്റ് ചെയ്തു, അങ്ങനെയൊക്കെ ഇരുന്നു. ഇപ്പോൾ അവനാണെങ്കിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങി. കാരണം ഇനി വൈകുന്നേരം നമുക്ക് വല്ല ലോഡാവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആവുകയാണെങ്കിൽ പിന്നെ വൈകുന്നേരം കിടന്നുറങ്ങാനും പറ്റില്ല. അപ്പോൾ പിന്നെ നേരം എടുക്കും. അപ്പോൾ രണ്ടുപേരും ഉറങ്ങിയിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് കണ്ണൊക്കെ പൊളിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ കുറച്ച് നേരം അവൻ ഇതേപോലെ തന്നെ എന്താ പറയുക എനിക്ക് പോകുന്ന സമയത്ത് കിടന്നുറങ്ങുക എന്താ ചെയ്യണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കും വൈകുന്നേരം ആകുമ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ന് വെച്ചാൽ രാത്രി ഫുള്ള് വട്ടമാണ സമയത്ത് നമുക്ക് ഈ വണ്ടികളൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പകൽ മൊത്തം ലോഡ് കയറ്റാൻ വേണ്ടിയിട്ടും ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സമയം പോവും, രാത്രി മാത്രമാണ് ഓട്ടം നടക്കുള്ളൂ ഇങ്ങനെയുള്ള സംഭവത്തിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ലോഡ് നടക്കുന്ന സമയത്ത് കിടന്നുറങ്ങിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. പിന്നെ വന്ന സ്ഥലം പിന്നെ വലിയ ഗുദാമും കാര്യങ്ങളൊന്നും അല്ലാത്ത കാരണം കുറേ ചായക്കടകളും അതുപോലെ തന്നെ എല്ലാ ആവശ്യത്തിനും എല്ലാ സംഭവങ്ങളും ഉള്ള കാരണം ഒരു കുഴപ്പമില്ല കേട്ടോ. ബാത്റൂമിൽ പോകാനുള്ള സൗകര്യവും ഒക്കെ എല്ലാം നടന്നു. നോക്കിയാൽ നെറ്റ് അടിച്ചങ്ങനെ വണ്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അജീഷ് കിടന്ന് ഉറങ്ങുകയാണ്. നമ്മുടെ ചേച്ചിമാർ ലോഡ് ഇറക്കി തീരാറായിട്ട് നമ്മുടെ ഒരു 2 അട്ടികടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഫസ്റ്റ് സ്ഥലത്ത് നിന്ന് കയറ്റിയിട്ടുള്ള 7000 ഓട് മാത്രമാണ് ഇനി ബാലൻസ് ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഇറക്കാൻ പോണത് തേനിയിലാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടാമത്തെ കമ്പനിയിൽ നിന്ന് കയറ്റി ഫുള്ള് കല്ലും നമ്മൾ ഇവിടെ ഇറക്കി. പിന്നെ അതായത് ഇവിടെ ഇത് കല്ലുകൾ ഇരിക്കുന്നില്ല, ഇത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന കല്ലുകളും ഉണ്ട്, ഇഷ്ടികകളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഇഷ്ടികകളും ഉണ്ട് കേട്ടോ. പിന്നെ സാധാ ഓടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സംഭവത്തിന് ലേശം ഡിമാൻഡ് ഇവിടെ പൊതുവെ കുറവാണ് എന്നുള്ളതാണ് കേട്ടോ പറയണത്. നമുക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ പല സൈസിലുള്ള ഓടുകളുണ്ട് കേട്ടോ. കണ്ടോ, പല വെറൈറ്റിയിലുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് വേണം ഒരു ബാംഗ്ലൂർ വണ്ടി ഇവിടെ വന്ന് നിൽക്കേണ്ട ആ ലോഡ് ഇറക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഇറക്കി തരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നേരത്തെ ഇവിടേക്ക് എത്തിയത്. അപ്പോൾ ആ വണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വരുന്നേക്കാളും മുന്നേ തന്നെ നമ്മൾ ഇവിടെ എത്തി. അല്ലെങ്കിൽ ആ വണ്ടി അപ്പുറത്ത് കിടക്കേണ്ട, ആ വണ്ടി ഇറക്കി തീർന്നതിന് ശേഷമാണ് നമ്മുടെ വണ്ടി ഇറക്കാനുള്ളത്. ഈ ചേച്ചിമാർ തന്നെയാണ് ആകെ ഇറക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് എന്തായി ആ വണ്ടിക്ക് മുന്നേ എത്തിയത് കൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഇറക്കി. ഇല്ലെങ്കിൽ ആ വണ്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇന്ന് ഇറക്കാൻ പറ്റില്ല. അത് തന്നെയല്ല, കടയിൽ ഇപ്പോൾ നല്ല കച്ചവടമുള്ളൊരു സമയമായിരുന്നെങ്കിൽ കടയിലേക്ക് വരുന്ന വണ്ടികൾക്ക് ലോഡ് കയറ്റി കൊടുത്താൽ ഈ ചേച്ചിമാർ നിൽക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്നും ലോഡ് ഇറക്കി കിട്ടില്ല, നാളെയും ചിലപ്പോൾ ലോഡ് ഇറക്കി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു സ്ഥലത്ത് വന്നാൽ പെട്ടുപോകാന്ന് പറയില്ല. ഇതിപ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കുന്നത് എല്ലാ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ ഭാഗ്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകുമെന്ന് പറയില്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഭാഗ്യമുള്ളൊരു ദിവസം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് രാവിലെ തന്നെ ഇറക്കി കിട്ടിയ കാരണം ഇനി കുഴപ്പമില്ല. രാവിലെ ഇറക്കി കിട്ടിയിട്ടില്ല, ഉച്ചയാവാറ വൈകുന്നേരത്തിനുള്ളിൽ എല്ലാം ഫുള്ള് തേനിയിലടക്കം ഇറക്കി കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അതേ അവിടെ നമ്മുടെ എന്താ പറയുക, ഇവിടുത്തെ ബാംഗ്ലൂർ വണ്ടി കിടക്കുന്നത് കാണിച്ചു തരാം. അത് നമ്മളുടെ വണ്ടി കാലിയാവാനായിട്ട് നോക്കിയിരിക്കുകയാണ് അവർ. എന്നിട്ട് വേണം അവർക്ക് വന്നിട്ട് ഇറക്കാനായിട്ട്. അത് ഇന്നലെ നമ്മുടെ വണ്ടി വന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആ വണ്ടി എത്തിയിട്ടുണ്ട്. ഇവിടെ കിടക്കണ്ടായിരുന്നല്ലോ. അയ്യോ, അതെടുത്ത് അതേ കിടക്കണം, TN വണ്ടി, അത് ബാംഗ്ലൂർ വണ്ടിയാണ്. അപ്പോൾ ഇത് ഓടായിട്ട് വന്നേക്കണുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലെ കച്ചവടം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലത്തെ ഓടുമുണ്ട്, പിന്നെ എന്താ കേരളത്തിലെ ഓടുമാണ് തമിഴ്നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം ചെയ്യണത് കേട്ടോ. ഇവരുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ കുറവാണ്. സാധാരണ തമിഴ്നാട്ടിലേക്ക് ഇഷ്ടം പോലെ ഇതുണ്ടാവുന്നതല്ലേ, എന്താ പറയുക, ഈ ഇഷ്ടികയും അങ്ങനെ ചൂളയും ഓടൊക്കെ ഉണ്ടാവുന്നതല്ലേ. പിന്നെ എന്താ നമ്മുടെ നാട്ടിൽ നിന്ന് വരണേന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ ആകുമ്പോൾ റേറ്റ്, ഇവിടുത്തെ സംഭവത്തിൻ്റെ റേറ്റ് കുറയാനല്ലേ ചാൻസ്, അതിനെക്കുറിച്ച് അറിയില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ നടന്ന് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ഓരോന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെ ഇവിടെ ഇറക്കാനുള്ളത് ഫുള്ള് ഇറക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ അജീഷാണെങ്കിൽ അതിൻ്റെ മുകളിൽ പായിട്ടോണ്ടിരിക്കുക. അവിടെ നിന്ന് ആദ്യത്തെ സ്ഥലത്ത് നിന്ന് കയറ്റിയ സംഭവങ്ങൾ മനസ്സിലാവുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ചോക്കുകൊണ്ട് ഫുള്ള് അവരുടെ ഇട്ടത് ലൈൻ മാർക്ക് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ലൈൻ മാർക്ക് ചെയ്ത് വരച്ചതുകൊണ്ട് തന്നെ എവിടം വരെയാണ് അവരുടെ അട്ടി എന്നുള്ളത് മനസ്സിലാവും. രണ്ട് സ്ഥലത്ത് ഞാൻ വിചാരിച്ചത് എങ്ങനെ തിരിച്ചറിയാമെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു വര വരച്ചിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ രാവിലെ മുതൽ ഇറക്കി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര കല്ലിറക്കാനായിട്ട് 1:30 ആയപ്പോഴേക്കും, 8:30 തുടങ്ങി 1:30 ആയപ്പോഴേക്കും ഇത്ര കല്ലിറക്കി കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഇനിയൊരു 1/4 ഭാഗം തേനിയിൽ കൊണ്ടുപോയി ഇറക്ക വേണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടുത്തെ ബാക്കിയുള്ള ഇവിടെ വേറെ ഒന്നും ഇല്ലാന്നുകൊണ്ട് പൈസയും കാര്യങ്ങളൊക്കെ മറ്റേ സ്ഥലത്ത് നിന്ന് കിട്ടാമെന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലാവും കയറി നിൽക്കുന്നുണ്ട്. പായകടി ഇട്ട് ഒന്ന് കെട്ടണം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അട്ടി തള്ളി ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ വൈക്കോല് കണ്ടമാനം ഒരു ഓട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ വൈക്കോല് ഇങ്ങനെ അട്ടിയായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മൊത്തം ആ വണ്ടിയിലുണ്ടായിരുന്നു മൊത്തം പറക്കി പുറത്തേക്ക് കെട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇനി അതുകൂടിയും വൃത്തിയാക്കിയാൽ, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഉള്ളിൽ കിടന്നേ പറക്കും. വണ്ടി പോകുമ്പോൾ കിടന്ന് പറന്നിട്ട് ഫുള്ള് ബാക്കിൽ വരുന്നവരുടെ മുഖത്തേക്കൊക്കെ തെറിക്കും. അപ്പോൾ പായിട്ടാലും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അതും കെട്ടിയെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം പായിടാനായിട്ട് ഫുള്ളവന്. ഗായ്സ്, നമ്മൾ ആദ്യത്തെ സ്ഥലത്തു നിന്ന് അങ്ങനെ നമ്മുടെ ഓട് ഇറക്കി. ഇനി നമുക്ക് വേണം 7000 ഓട് തേനിയിൽ ഇറക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഈ ഇറക്കിയ സ്ഥലത്ത് നിന്ന് വീണ്ടും പോരുകയാണ് കേട്ടോ. എന്ത് സീറ്റ് ബെൽറ്റ്, അത് നല്ലതാണ്, യൂസ് ചെയ്യാം. വണ്ടി ഫ്രണ്ട് കഴുകിയിട്ടെങ്കിലും വീണ്ടും പൊടിയായിട്ടോ, ഗ്ലാസ്സമ്മിലൊക്കെ പൊടി തുടച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പായ കെട്ടണ തിരക്കിലായിരുന്നു. അജീഷിനെ സഹായിക്കാനായിട്ട് ഞാനും കൂടിയിട്ട് അങ്ങോട്ട് പായ കെട്ടാൻ നിന്നു. അപ്പോൾ പായ എങ്ങനെ കെട്ടണേന്ന് കെട്ടണത് പഠിച്ചിട്ടില്ല, ഇടുന്നത് പഠിച്ചു കേട്ടോ. അജീഷ ടയറ് കുളത്തി വലിക്കുന്നത് പഠിച്ചു, കെട്ടണത് അടുത്ത ദിവസം പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുതലാളി പെട്ടെന്ന് ഇനി ഇവനെ ഒഴിപ്പിച്ച് വിട്ടിട്ട് സ്വന്തം ഓടിക്കാൻ തുടങ്ങും. അപ്പോൾ അത് കാരണം അത് വേണ്ട, മെല്ലെ പഠിച്ചാൽ മതി. ഇന്ന് പായയുടെ മുകളിൽ കയറി കയറ് വലിക്കുക, നാളെ കെട്ടണത് പഠിപ്പിക്കുക. അങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ. അജീഷ അപ്പോൾ എത്ര നാൾ വേണ്ടി വരും എനിക്ക് മൊത്തം പഠിച്ചെടുക്കാൻ? എനിക്ക് മൊത്തം പഠിച്ചെടുക്കാൻ അതെ. അപ്പം ഞാൻ മാക്സിമം ചോദിച്ച് പെട്ടെന്ന് പഠിക്കും ഗൈസ്. ഇവിടുന്ന് ചെറിയൊരു വഴിയാണ് നമുക്ക് ഇത് ഇറക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്, കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കും കാര്യങ്ങളും ഫ്രണ്ടിൽ നിന്ന് വണ്ടിയും വരലൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരേ ഒരു റൂട്ടാടാ അജീഷ. ഇനി അവിടെ തട്ടിയിട്ട് വേണം നമുക്ക് ഇനിയിപ്പോൾ എന്താ കിട്ടുക എന്നുള്ളത് നോക്കാനായിട്ട് തിരിച്ച് ഓട്ടം. എനിക്ക് തമിഴ്നാടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ കമ്പം തേനി ഭാഗം. ഏറ്റവും അധികം കൃഷിപ്പണികളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
കാരണം ഈ വഴിക്ക് വരുമ്പോൾ ഫുള്ള് വാഴത്തോട്ടങ്ങളും അതുപോലെ പേരത്തോട്ടങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക മുന്തിരിത്തോട്ടങ്ങൾ എന്ന് വേണ്ട ക്യാബേജ്, അങ്ങനെയുള്ള കണ്ടമാനം കൃഷി സ്ഥലങ്ങളൊക്കെ ഈ വഴിക്ക് കാണാട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് വീക്ഷിച്ച് വരുമായിരുന്നു. പച്ചമുളകിൻ്റെ തോട്ടം, പിന്നെ ഒരു തണവ് പോലത്തെ ഒരു ഫീല് ഉള്ളൊരു സ്ഥലമാണ്. കുമിളി 123 കിലോമീറ്റർ, കൊടൈക്കനാൽ 80 കിലോമീറ്റർ, തേനി 59 കിലോമീറ്റർ. നമ്മുടെ വണ്ടി കൊടൈക്കനാലിൽ കയറാൻ ചാൻസ് ഉണ്ടോ? ലോഡ് വെച്ചിട്ട് ഉണ്ടെങ്കിൽ ഒരു ട്രിപ്പ് കൊടൈക്കനാലിൽ ഇപ്പോൾ ഒരാഴ്ച നിന്നിട്ട് വരുന്ന അജീഷേ, താല്പര്യം ഉണ്ടോ? വേണ്ട? എന്നാൽ പോട്ടെ, ചൂടല്ലേ. കൊടൈക്കനാലിലുള്ള ഓട്ടം തപ്പാൻ നമുക്ക്. ആൾക്കാർ എപ്പോഴും വിളിക്കുമ്പോൾ എവിടേക്കാണ് ലോഡ് നോക്കണേന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിന് പറയാം അടുത്ത ട്രിപ്പ്. മധുരൈ മധുര 53 കിലോമീറ്റർ, തേനി 59 കിലോമീറ്റർ. തേനിക്ക് നേരെ, മധുരയ്ക്ക് ലെഫ്റ്റ്. കുറേ ഊടുവഴികളൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ നമുക്ക്. പിന്നെ ബോർഡുകളുള്ള കാരണം കുറേയൊക്കെ നോക്കി അങ്ങോട്ട് പോവാം. പിന്നെ ചില സ്ഥലങ്ങളിൽ ബോർഡില്ലാത്ത 4 സ്ഥലങ്ങളിലൊക്കെ. ഇത് നെല്ലാണോ അവിടെ കയറ്റി പോണേ? നെല്ലല്ലേ? പായിടാത്ത അപ്പോൾ അങ്ങനെ സാധാരണഗതിക്ക് ലോക്കൽ പോവാണെങ്കിൽ ഇവരെ പായ ഇട്ടിട്ടാണല്ലോ പോവാ. നെല്ലാവുമ്പോ ഇത്ര ഹൈറ്റിൽ ലോഡ് വരൂല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ക്യാബിന്റെ മുകളിൽ ലോഡ് വരുന്ന സമയത്ത് വഴിയിൽ വല്ല കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിക്കില്ലേ? അല്ല, ലോക്കൽ വഴിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും അല്ലേ? മറ്റേ നമ്മുടെ കണ്ടെയ്നർ ഹൈറ്റ് വരെ വയ്ക്കും. അത് കണ്ടെയ്നർ വരുന്ന വഴിയാണ്. ആ വഴി കണ്ടെയ്നർ ഹൈറ്റ് വരെ ഏകദേശം മാക്സിമം ആ ഹൈറ്റ് വരെ ആക്കാൻ പറ്റുള്ളൂ. അതായത് ക്യാബിന്റെ മുകളിൽ ഒരടി വരെ കയറ്റാം മാക്സിമം അല്ലേ? അതിന്റെ മുകളിലേക്ക് കണ്ടു കഴിഞ്ഞാൽ പോലീസുകാരും പിടിക്കുന്നുണ്ടാവും. ഒരു പരിധി വിട്ടിട്ടൊക്കെ മുകളിലേക്ക് കയറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസും പിടിക്കുന്നു എനിക്ക് തോന്നുന്നത്. ഈ സ്ഥലങ്ങളുടെ ഓരോ സ്ഥലങ്ങളുടെ പേര് ശരിക്കും പറഞ്ഞാൽ ചോദിച്ചും അങ്ങനെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ വീഡിയോ പിടിക്കണില്ലെങ്കിൽ നമുക്ക് നോക്കി പോവായിരുന്നു. ഇതിപ്പോൾ സ്ഥലത്തിന്റെ പേരും സ്ഥലങ്ങളൊന്നും പഠിക്കാനില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ ദണ്ഡിക്കല്ലിൽ നിന്ന് കയറി നേരെ തേനിക്ക് എന്നല്ലാണ്ട് ഏത് വഴിയാണ് തേനിക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാവണില്ല. അത് ചോദിച്ച് മനസ്സിലാക്കി പോകണം. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ബോർഡ് നോക്കിയൊക്കെ പോകണം. സംഭവം മെല്ലെ ആയതുകൊണ്ട് നോക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ വീഡിയോ പിടിക്കുന്നതുകൊണ്ടേ രണ്ടും കൂടി നമുക്ക് നടക്കില്ല. ഞാൻ പറഞ്ഞ പോലെ വാഴത്തോട്ടങ്ങൾ ആ സൈഡിലൊക്കെ കണ്ടു. ഇഷ്ടംപോലെ വാഴത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ലോങ് ചെയ്ത് കാണാം. അതുപോലെ വേറെ എന്തോ കൃഷികൾ, പയറിൻ്റെ കൃഷിയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ഇതെന്താണോ വേറെ മുരിങ്ങക്കായ അല്ലേ? മുരിങ്ങത്തോട്ടമാണ് ഈ കാണുന്നത്. അതാ കരിവേപ്പിലയോ? മുരിങ്ങക്കായ. മുരിങ്ങക്കായുടെ തോട്ടം. പിന്നെ ഇവിടെ പാവയ്ക്കാണോ പടവലങ്ങിയായിരുന്നു ഒരു തോട്ടമൊക്കെ കണ്ട് കണ്ട ഞാൻ പറഞ്ഞു. പിന്നെ നാരകത്തിന്റെ തോട്ടമാണ് ഇപ്പുറത്ത് കാണാം, ചെറുനാരങ്ങയുടെ. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും അധികം ഈ പറഞ്ഞ പോലെ വെജിറ്റബിളും ഫ്രൂട്ട്സും വരുന്ന ഒരു ഭാഗമാണ് ശരിക്കും കമ്പം തേനി സൈഡ് കേട്ടോ. ചെടിത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇത് ബോർഡ് വെച്ചിട്ടില്ല ഈ വഴി എവിടേക്കാന്നുള്ളത്. ഈ വഴി എവിടേക്കും ഇല്ല. പുതിയ ബൈപ്പാസോ അല്ലെങ്കിൽ പുതിയ ഹൈവേ വരുന്നതാണ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ, ഇന്ത്യ മൊത്തം റോഡുകൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് സ്ഥലങ്ങളിലും ഇങ്ങനെ എന്താ പറയുക പണികളൊക്കെ നടക്കല് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ വെള്ള സൗകര്യവും ഇഷ്ടം പോലെയാണ് ഇല്ലേടാ? നോക്കിയാൽ ദൂരം വെള്ളം കിടക്കണേന്ന് നോക്കി. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ലഭ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷി സ്ഥലങ്ങൾ നന്നായിട്ടുള്ളതും എല്ലാ സാധനങ്ങളും വ്യാപകമായിട്ട് ഉണ്ടാവുന്നു. അവിടെ അപ്പുറത്തെ സൈഡിൽ ഉള്ളി നിൽക്കണ്ടായിരുന്നു. തെങ്ങും ഒക്കെ നിൽക്കുന്നത് തന്നെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക നല്ല കരുത്തോട് കൂടിയിട്ട് എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും അവിടെയൊക്കെ നിൽക്കണത്. തെങ്ങിൻ്റെ ഒക്കെ നിപ്പ് തന്നെ കണ്ട നമ്മുടെ അവിടുത്തെ പോലത്തെ സൂക്ഷിച്ച പോലെയൊന്നുമല്ല. നല്ല അടിപൊളിയായിട്ടുള്ള തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെയാണ്. മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ എന്താ പറയുക നമുക്ക് സംതൃപ്തിയുള്ള ടൈപ്പാണ്. ഇനി നമുക്ക് വെറൈറ്റി ഉള്ള കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കാം. അതേപോലെ പൂവ്, പിച്ചകപ്പൂവ്, അതൊക്കെ എന്താണോ മറ്റേ പൂവ് എന്നിട്ട് പറയാ മല്ലിക, എന്താ ഈ വെള്ളപ്പൂ ചേർത്ത് മുല്ലപ്പൂ പോലത്തെ എന്താ മല്ലിപ്പൂവ്, അതൊക്കെ ഉണ്ട് കേട്ടോ. വഴിയുടെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നമുക്ക് സുഖമായിട്ട് പോവാം. പിന്നെ എന്ന് പറഞ്ഞാൽ പേര ഇഷ്ടം പോലെ പേരത്തോട്ടാണ്. അത് കരിമ്പിന് തോട്ടം. കാഴ്ചകൾ തീരുന്നില്ല, ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന്. ഞാൻ ഒരു പ്രാവശ്യം ഈ വഴിക്ക് വന്ന സമയത്ത് ആലോചിച്ചായിരുന്നു വീണ്ടും എപ്പോഴെങ്കിലും ഈ റൂട്ടിലൂടെ റാശിഗിരി ഒന്ന് വരണമെന്ന്. അത് വളരെ പെട്ടെന്ന് തന്നെ ആയി എന്ന് പറയില്ലേ. ഈ വണ്ടി മേടിച്ച് ഫസ്റ്റ് തന്നെ ഈ വഴിയായി. കാരണം എൻ്റെ മമ്മി ഉള്ള സമയത്ത് ഞങ്ങൾ ലാസ്റ്റ് വന്നൊരു ട്രിപ്പായിരുന്നു. എൻ്റെ മമ്മി മരിച്ചിട്ട് ഇപ്പോൾ അതേ ഒരു ബൈക്ക് ഈ സൈഡിൽ കയറി വരണ്ടിട്ട് അവൻ നോക്കിയേ പൊട്ടൻ ഏത് വഴിക്കാണ് കയറി പോകുന്നത്. എന്തിനാ അവർ അങ്ങനെ പോണേ?
അതെ അല്ലേ. ചിലപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ ലോറി പോവുകയാണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൂടെയാണ് പോകാൻ പാടുള്ളൂ എന്ന് ചിലപ്പോൾ വല്ല നിയമങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഇന്ത്യ മൊത്തം ഒരേ നിയമമാണെങ്കിലും ഇവിടെ ചിലപ്പോൾ അതിനൊരു ചെറിയ പരിഗണന കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ്. അപ്പോൾ എൻ്റെ മമ്മി ഉള്ള സമയത്ത് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ട്രിപ്പ്, മമ്മി ഇപ്പം മരിച്ചതിന് ശേഷം ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു റൂട്ടിലൂടെ വരുന്നത്. അന്ന് ഞങ്ങൾ ലാസ്റ്റ് ടൂർ വന്നത് ഇവിടെ നമ്മുടെ സ്വിഫ്റ്റ് എടുത്ത സമയത്ത് ഒരു 4 കൊല്ലം മുന്നേ ആയിരുന്നു. 4 കൊല്ലം മുന്നെയാണ് ഫസ്റ്റ് നമ്പർ കിട്ടുന്നേക്കാളും മുന്നേ കമ്പം, തേനി, ഇടുക്കി, തേക്കടി, കൊടൈക്കനാലൊക്കെ ആയിട്ട് ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ പോകുന്നത്. ഈ ഹമ്പിന് പകരം ഈ കുറേ വരകൾ ഇങ്ങനെ ഇട്ട് വണ്ടി ചാടിപ്പിക്കുന്നത് എന്തിനാന്ന് നിനക്കറിയോടാ? എന്തിനാ അറിയോ? ഡ്രൈവിംഗ് ലൈസൻസ് തരുമ്പോൾ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടോ അന്ന്? അതാണ്, ഈ വരിയില്ല. ലൈലൻഡിനെ നമ്മൾ വെട്ടിച്ചു കേട്ടോ. ആള് പാട്ടൊക്കെ കേട്ട് മെല്ലെ ആടിപ്പാടിയാ പോണത്. നമ്മളെക്കാളും മെല്ലെ. നമ്മൾ തന്നെ പോണത് എത്രയിലാ? നമ്മൾ പോണത് 40-ലാ. കണ്ടോ? നമ്മളെക്കാളും പതുക്കേന്ന് പറഞ്ഞ 30-ല്. അവൻ്റെ മുതലാളി പറഞ്ഞിട്ടുണ്ടാവും 5 മൈലേജ് കൊണ്ട് അങ്ങോട്ട് വന്നാൽ മതി. അപ്പം അത് കാരണം 20-30-ല് പിടിക്കുകയാവും പുള്ളി. കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവിടെ കൃഷിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നോക്കണം. ചോളോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ കഴിഞ്ഞത്, അതിന് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫാക്ടറികളും ഉണ്ടല്ലേ ഈ സൈഡില്. ചകിരി കിടക്കണുണ്ടോ? ഇവിടെ ചകിരി പൊടിക്കണ മെഷീൻ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ചെടിക്കൊക്കെ വരുന്ന ചകിരിച്ചോറ് എന്ന് പറയില്ലേ നമ്മൾ, ആ സംഭവം ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് അതിൻ്റെ ഫാക്ടറികളും കണ്ടു. അതുപോലെ തന്നെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക. അടുത്ത ടോളാ? അപ്പോൾ നമുക്ക് ചിലവ് ചെയ്താറായി. അപ്പോൾ അടുത്ത ടോള് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു 500-ൻ്റെ ടോള് കടി ഉണ്ടായിരുന്നു കേട്ടോ. 515-ൻ്റെയോ? അതൊരു ടോൾ ഉണ്ടായിരുന്നു. ഇത് എത്രയാ? ഇത് 500 ആവും അല്ലേ? സിംഗിൾ വഴിക്ക് വരെ ടോളായി അല്ലേ? അതെന്താണോ അങ്ങനെ സിംഗിൾ വഴിക്ക് ടോൾ മേടിക്കണേ? ശരിയാ, ഞാനും മധുര പോയ സമയത്തൊക്കെ ഉണ്ടായിരുന്നൂടാ. അത് നോക്കിയിട്ട് കാര്യമില്ല. ഈ സൈഡ് പിടിച്ചോ എന്തായാലും. ഇതിലൊക്കെ പോകണ്ട എല്ലാ വണ്ടികളും. ടോൾ തുടങ്ങിയിട്ടില്ല. ഞാനും വിചാരിച്ചു ഇവിടെ വണ്ടികൾ കിടക്കണതാ. ഈശോ, നമ്മൾ ഓട്ടും പൊടിയാണോ കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞേക്കണേ? ഓടല്ലേ? ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, വണ്ടിയുടെ ഫുൾ വെയിറ്റും ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കണത്. ഇപ്പോൾ ഈ നമ്മളുടെ 7000 കല്ല് നിൽക്കുന്നത് ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ട് പതിഞ്ഞാൽ കിടക്കണം. അപ്പോൾ ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ കുത്തല് ഭയങ്കര കൂടുതലാണ്. സാധാരണഗതിക്ക് ഫുൾ ലോഡ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. ഇതെന്ന് പറഞ്ഞാൽ അതേപോലെ ചാട്ടവും ഭയങ്കര കൂടുതലാണ്. നല്ലൊരു ഹോട്ടലാണല്ലോ, റൂംസ് ആൻഡ് ഹോട്ടൽസ്. അപ്പോൾ എന്തായാലും ഈ വഴിക്ക് വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഈ വഴിക്ക് നമുക്ക് ആവശ്യമില്ല. ഇത് പേരത്തോട്ടങ്ങളാണ് കേട്ടോ. കരിക്ക് തെങ്ങുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ചകിരിയുടെ ചോറിൻ്റെ പരിപാടി അതൊക്കെ ഉണ്ട്. ഇതെന്താണ് അത് അടച്ചിട്ടേക്കണത്? ടോളിൻ്റെ മൂത്രപ്പരയും ഇതൊക്കെ ബാത്റൂമാണ്. അടച്ചിട്ടേക്കാണല്ലോ അതൊക്കെ മൊത്തം. ടോള് നിർത്തിയതാവോ ഇനിയിപ്പോൾ? എന്താന്നുള്ളത് അറിയില്ല. പുതിയത് തുടങ്ങണതാണോ അത് നിർത്തിയതാണോ? നിർത്തിയതായിരിക്കും അല്ലേ? അങ്ങനെ ആവാനേ ചാൻസ്. പനിയൊക്കെ മുറിച്ചു കളഞ്ഞല്ലോ. കണ്ടമാനം പനിയോ തെങ്ങിൻ്റെ നോക്കില്ല മുറിച്ചു കളഞ്ഞിട്ടുള്ള എന്തോ സംഭവമുണ്ട്. എന്തോ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. എന്താണ് ആ സംഭവം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവിടെ നിർത്തി കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള സമയമില്ല. ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് പോയായിരുന്നു അല്ലേ? ആണോ? സ്ഥലം കാണാൻ നിർത്തിയതായിരിക്കും. നെല്ല് കൃഷി ആരോ സ്പീഡ് ബാരിയറൊക്കെ ഇടിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് തന്നെ കുറച്ച് സമാധാനമുണ്ട്. പക്ഷേ തോട്ടിലൊന്നും വെള്ളമില്ല കേട്ടാ. ചെറുതായിട്ടൊക്കെ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള വെള്ളമൊന്നുമില്ല. അതൊക്കെ അഴുക്ക് വെള്ളം തന്നെയല്ലേ ഒഴുകണതൊക്കെ ഒരുവിധം. നല്ല വെള്ളങ്ങൾ വളരെ കുറവാട്ടോ കണ്ടിട്ടുള്ളൂ. ചകിരി കൊണ്ടുപോകണ. ഇവിടെ ചകിരി, നെല്ല് ഇതൊക്കെയാണ് കേട്ടോ വണ്ടി ഫുള്ള് ലോഡായി പോണ കാണണേ. ഇത് മെയിൻ റോഡിൽ കൂടെ പോകുമ്പോഴേ ഇത്രയധികം കാണണമെങ്കിൽ ഉള്ളേരിയയിലേക്കൂടെ പോകുമ്പോൾ ശരിക്കും ഇടവഴിക്കൊക്കെ നമ്മൾ ചെറിയ വഴി കൂടെയൊക്കെ എടുത്ത് പോയി കാണുമ്പോൾ കണ്ടമാനം എന്താ പറയുക ഇങ്ങനത്തെ കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. കാരണം നമ്മൾ പണ്ട് ടൂറ് പോണ സമയത്തൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇടവഴി ഉണ്ടെങ്കിൽ ആ ഇടവഴിക്ക് ഇങ്ങനെ കയറും. എന്നിട്ട് കിലോമീറ്ററോളം അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഫുള്ള് ഇപ്പോൾ എന്താ പറയുക പച്ചക്കറി ആണെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മെയിൻ റോഡിൻ്റെ സൈഡിൽ കുറവായിരിക്കും. ഉണ്ടായിരിക്കും, എന്നാലും ഇങ്ങനെയുള്ളത് കൂടുതൽ കാണാൻ പറ്റും. ആ സൈഡിൽ കൂടെ വന്നിട്ട് ഹോൺ അടിക്കണം. ആ സൈഡുകാർ കുറേ ഉണ്ട്. ഈ സൈഡ് ഇടയ്ക്കിടയ്ക്ക് നോക്കി ഓടിക്കണം, ഇല്ലെങ്കിൽ പണിയാണ്. അതേപോലെ ഈ സ്പീഡ് ബാരിയർ രാത്രിയൊക്കെ നമ്മൾ വരുമ്പോൾ വലിയൊരു
വട്ട് പിടിപ്പിക്കുന്ന ഒരു കേസാട്ടത്. കാരണം ഒരു വണ്ടി വളച്ച് തിരിച്ച് ഇപ്പോൾ 12 വീല് ഇത് ഒരു ട്രെയിലറൊക്കെ വന്ന് തിരിച്ചെടുക്കണമെന്ന് വെച്ചാൽ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ. എന്നാലും അങ്ങോട്ട് ഓടിച്ചു പോവും. ഞങ്ങൾ ഉച്ചക്കലത്ത് ഊണൊന്നും കഴിച്ചിട്ടില്ല. ഊണൊക്കെ ഞങ്ങൾ ഇനി വണ്ടി അവിടെ ചെന്നതിന് ശേഷമാണ് അവിടെ കഴിക്കണേ. അവിടെ ചെന്നതിന് ശേഷം പെട്ടെന്ന് ഇറക്കി കിട്ടാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ വൈകിയാൽ ചിലപ്പോൾ അവിടെ ഇന്ന് ഒരു ദിവസത്തെ പരിപാടി ഫുൾ ചുറ്റും. അപ്പോൾ ഭക്ഷണം നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. തേനി 43 കിലോമീറ്റർ കൂടി നമുക്ക് പോകണം ഇനി. അപ്പോൾ കുറച്ച് നേരം ഫുഡിന് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ച് അവിടെ ഇന്നത്തെ ഒരു ലോഡ് ചിലപ്പോൾ ഇറക്കൽ തന്നെ മിസ്സാവും. അപ്പോൾ ഫുഡ് കഴിക്കലല്ല പ്രാധാന്യം, നേരെ ലോഡ് ഇറക്കലായതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിട്ട് പിടിക്കാം. എപ്പോഴത്തേക്ക് എത്തും എന്നുള്ളത് അറിയില്ല. ഇപ്പം സമയം 2:30 കഴിഞ്ഞു. ഒരു 3:30 ആകുമ്പോഴേക്കും എത്തും എന്നാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ 3:45. അതിനുള്ളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് ഇറക്കി കിട്ടും. വഴി വേറെ ഒന്നും കാണിക്കണ്ടല്ലോ, അതല്ലല്ലോ. ഇപ്പം ബോർഡ് നോക്കിയിട്ടാണ് ഞങ്ങൾ പോണേ. ഗൂഗിൾ മാപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഗൂഗിൾ മാപ്പ് ഇന്നലെ ചതിച്ചോടുകൂടി വിശ്വാസം കുറച്ച് നേരത്തേക്ക് പോയി. പക്ഷെ ഗൂഗിൾ മാപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ 2 പ്രാവശ്യം ഇന്ത്യ മൊത്തം കറങ്ങിയത് കേട്ടാ. ഇത് എന്തിന്റെ നോട്ടാടാ? അല്ലല്ല, ഇത് മറ്റേ എന്താ പടവലങ്ങിയോ അതേപോലെ കുമ്പളങ്ങിയോ അങ്ങനെ എന്താ കണ്ട് സാധനം തോന്നുന്നുണ്ട്. പടവലങ്ങി അതുകൊണ്ടല്ലേ? പടവലങ്ങയുടെ ഒക്കെ തോട്ടങ്ങളാണ്. ഇതിപ്പോൾ നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടുക്കി ആ ഡാമിന്റെ അവിടെ താഴത്തേക്ക് ഇറങ്ങി വരുന്നതല്ലേ കമ്പന്തേനി എന്ന് പറയണത് അല്ലേ? ആ റൂട്ടിലാണ് കേട്ടോ. നമ്മുടെ കേരളത്തിന്റെ മലനിരകളാണ് അപ്പോൾ ലോങ്ങിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സംഭവം കാറ് പോലെയല്ല, നമുക്ക് മെല്ലെ പോണത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അജീഷേ എല്ലാം ആസ്വദിച്ച് പോവാട്ടോ. സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ മെല്ലെ നമുക്ക് പോവാം. കാറിലാണെങ്കിൽ നമ്മൾ എന്തായാലും ഇത്ര മെല്ലെ നമ്മൾ എന്തായാലും പോക്ക് നടക്കില്ല, ഭയങ്കര സ്പീഡായിരിക്കും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതിലുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ ഭയങ്കര താല്പര്യം ആയതുകൊണ്ട് തന്നെ എന്താ പറയാ, ഇങ്ങനെ മെല്ലെ പോണതുകൊണ്ട് എല്ലാം നോക്കി ആസ്വദിച്ച് മെല്ലെ പോവാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല, ലോഡ് ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എല്ലാ സ്ഥലത്തൊക്കെ നിർത്തി പേരക്കത്തോട്ടത്തിലൊക്കെ ഒന്ന് കയറി അവരോട് ചോദിച്ച് 2 പേരക്കൊക്കെ പൊട്ടിച്ച് കണ്ടോ സ്പീഡ് ബാരിയർ ഇരിക്കുന്നത് കണ്ടോ, ഇടിച്ചു കളയുന്നുണ്ട്. എല്ലാ സ്പീഡ് ബാരിയറും എല്ലാവരും ഇടിച്ചു കളയുന്നുണ്ട്. അത്ര ചേർത്താണ് കൊണ്ടുവച്ചേക്കണേ. ഇപ്പൊ ഒക്കെ വലിയ വണ്ടികളല്ലേ, ഇത്ര ടയറുള്ള വണ്ടികളല്ലേ വരുന്നത്. ആ സമയത്ത് ഈ സാധനമൊക്കെ ഇത്ര അടുപ്പിച്ച് കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. പിന്നെ നല്ല റൂട്ടാണ് കേട്ടോ, അടിപൊളി റൂട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റൂട്ടാണ്. അപ്പോൾ എന്താ പറയുക, വണ്ടി വലിയ തിരക്കുമില്ല, റോഡാണെങ്കിലും നല്ല സൂപ്പറാണ്. ഇനി നമുക്കത് കയറി പോകേണ്ടി വരുമോ? അങ്ങനെ കയറ്റം കയറേണ്ട ആവശ്യമില്ല അല്ലേ? കയറ്റം കയറി പോകണം കേരളത്തിലേക്ക് എത്തും അല്ലേ? നമുക്കിനി ഒരു 10-40 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പോവാൻ. അതെ, നോക്കണോ? ഒരു വെളുത്തുള്ളിയുടെ വണ്ടി പോണോ, പകുതി ഇറക്കിയിട്ട് പകുതി വേറെ ഏതോ സ്ഥലത്തേക്ക് കൂട്ടുപോണതാണ് ഡെലിവറി. പകുതി ഡെലിവറി നമ്മുടെ പോലെ തന്നെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണതാ. അത് കാറ്റാടിപ്പാടത്തേക്ക് കൊണ്ടുപോകുന്ന ലീഫ് കണ്ടോ, വലിയ കാറ്റാടിയുടെ ലീഫിന്റെ നീളം നോക്കിയേ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാറ്റാടിപ്പാടത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇതിന് അത്ര വലിപ്പമൊന്നും തോന്നില്ല കേട്ടോ. എൻ്റെ പൊന്നെ, ഇത് കൊണ്ടുപോകണ വണ്ടിയും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് സംഭവം. പക്ഷെ അത് കയറ്റി ഇട്ടേക്കാണ്. ഇത് ഒരു വണ്ടി ഒതുക്കണമെങ്കിലത്തെ സ്ഥലം ദൂരമാണെന്ന് ആലോചിക്കുക. ലൈലൻഡ് ആദ്യമൊക്കെ നമ്മൾ വോൾവോലായിരുന്നു ഇങ്ങനത്തെ ഇത് കൊണ്ടുപോകണ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ലൈലൻഡിൽ വരെ കണ്ടു തുടങ്ങി. എന്ത് നീളം അറിയോ ആ സംഭവത്തിന്. അതിന് ഭയങ്കര പൈസ വരും എന്നാട്ടോ എനിക്ക് തോന്നുന്നു, ഒരു കാറ്റാടിയുടെ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട്. കന്യാകുമാരിയിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയില്ലേ, ആ വഴിയിൽ ഫുള്ള് ഈ സാധനം കാണാം. ദൂരം എന്നറിയൂ, കാറ്റാടിപ്പാടാണ് ഫുള്ള്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ ആ റൂട്ടിലും ഒരുപാട് കാണാം. ഇപ്പം നമ്മൾ വന്ന വഴിക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ, പൊള്ളാച്ചി കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മൾ രാത്രി ആയ കാരണം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരുപാട് സ്ഥലത്തുണ്ട് ഇവർ കറണ്ട് ഇതിൽ നിന്നും കണ്ടമാനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ പവർ കട്ട് വരികയാണോ? നമ്മുടെ നാട്ടിൽ എന്താണെന്നുള്ളത് അറിയില്ല. എങ്ങനെയാണെങ്കിൽ കുറച്ച് സാധനം ഈ 2-3 ഇതൾ കൊണ്ടുപോയി വീടിൻ്റെ അവിടെ കൊണ്ട് വയ്ക്കായിരുന്നു. ഒരു ബസ്സിൽ എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാരുണ്ട് കേട്ടോ ഈ ഓട്ടോറിക്ഷയിൽ. നോക്കി, അത് സിമ്പിളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കും ആരെങ്കിലും എന്ത് മോശക്കേടാവും അല്ലേ? പക്ഷെ ഇത് നോക്കി, അങ്ങനെ ഒരു ചമ്മലിന്റെ കേസില്ല. അപ്പൊ ഓരോ നാട്ടിലും ഓരോ രീതികളാണ്. ഇവിടെ ആൾക്കാർ പെണ്ണുങ്ങളൊക്കെ പുറത്തേക്ക് കാലിട്ട് ഇരുന്ന് സുഖമായിട്ട് കാറ്റും കൊണ്ടാ പോണത്. നമ്മുടെ അവിടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാ, അയ്യേ ഓട്ടോയുടെ ബാക്കിലേക്ക് കാലിട്ടിരുന്ന് പോവേ. ആരെങ്കിലും പോവാ ചേച്ചാ? നിങ്ങളുടെ നാട്ടിൽ പോവോ? പാലക്കാട് ആയിരുന്നു
ഇല്ല പറയാൻ പറ്റില്ല. തമിഴ്നാടിനോട് ഒരു ചൊവ്വയുള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞോണ്ടാട്ടാ. തേനി 28 കിലോമീറ്റർ ആണ് കേട്ടോ കാണിക്കുന്നത്. കണ്ടില്ലേ ഈ ഓട്ടോറിക്ഷയിൽ നോക്ക്, കുറച്ച് ആൾക്കാരൊന്നുമല്ലാന്ന്. ഇത് സാധാരണ നമ്മൾ കാണാറുണ്ട്. ഇത് കാണാറില്ല എവിടെയാണെന്ന് അറിയാം, അന്യ സംസ്ഥാനത്തേക്കൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. അന്യ സംസ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നത് ലോങ് പോണ സമയത്ത്, അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ കാണാറില്ല കേട്ടോ. തേനി എത്രയായാലും ചില്ലറ കാണിച്ചത്, ഒരു വഴിയല്ലേ ഉള്ളൂ. ഒരു ബോർഡ് കൂടി ഉണ്ട്, നോക്കി നോക്കാം. എന്താണ് അജീഷത്? മരിച്ചിട്ടോ? ഇതിപ്പോ എന്തൊരു മഞ്ഞത്തുണിയിൽ കെട്ടിയിട്ട് ആൾക്കാരൊക്കെ ഒരു കമ്പയിൽ ഇങ്ങനെ കോർത്ത് കെട്ടിയിട്ടുണ്ട്. എന്താ ആചാരം വലുതാണോ? മരിച്ചിട്ട് ഇങ്ങനെ ചെയ്യോ? എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. കുറെ ആൾക്കാർ പോകുന്നുണ്ട്. ഒരു വടി തോളത്ത് വെച്ചിട്ടുണ്ട്, അതിൽ എന്തോ കെട്ടിയിട്ട് മഞ്ഞ തുണിയിൽ കെട്ടിയിട്ട് കണ്ടോ? എന്താണോ സംഭവം മനസ്സിലായില്ല. നമുക്ക് ലോഡ് ഇറക്കേണ്ട സ്ഥലം എത്തിയിട്ടോ. തേനിയാണ് നമുക്ക് ലോഡ് ഇറക്കേണ്ട. തേനിയിൽ എത്തിയിട്ടുണ്ട്. ഇനി കട കണ്ടുപിടിക്കുന്നത് എവിടെയാന്നുള്ളത്. വേസ്റ്റ് കൊണ്ടുവന്ന വണ്ടി വേസ്റ്റ് തട്ടണതാണ് കേട്ടോ സംഭവം. ഇപ്പോൾ അജീഷ് ഒരാളുടെ അടുത്ത് എന്ത് ചോദിക്കണ്ടേ? അണ്ണാ ജ്യോതി ടൈൽസ് ജ്യോതി ടൈൽസ്. ഈ കടയായിരുന്നു ഞങ്ങൾക്ക് ഇറക്കേണ്ടത്. ഞങ്ങളത് തിരഞ്ഞ് കുറേ നടന്നു കേട്ടോ. കാരണം ഗൂഗിൾ മാപ്പ് ഇടുന്നത് വേറെ സ്ഥലത്തേക്ക് കാണിക്കണത്. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ കടകളുണ്ടെങ്കിലേ അതൊക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ആകെ തെറ്റിപ്പോയി. ഞങ്ങൾ ഇതും കടന്ന് കുറേ നേരം, 1 മണിക്കൂറായി ഇവിടെ കിടന്ന് വെറുതെ ചുറ്റണമെന്ന് പറയില്ലേ. അപ്പോൾ എന്തായാലും ഇറക്കേണ്ട സ്ഥലം കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഈ സാധനം ഇറക്കി കിട്ടുമെന്നുള്ളത് ചോദിക്കട്ടെ. ഇന്ന് ചിലപ്പോൾ ഇറക്കി കിട്ടില്ലെങ്കിൽ പെട്ടുപോകും. ഇനി ഒരു കടയുടെ ഉള്ളിലേക്ക് അവിടേക്ക് തിരിച്ചു നിർത്തി ഇറക്കാനുള്ള സ്ഥലം കേട്ടത്. ആ ബാക്ക് സൈഡിൽ ആ ഗ്രൗണ്ടിലേക്ക് പോകണം. അപ്പോൾ യൂണിയൻകാർ വരുമെന്ന് പറഞ്ഞത് ഇറക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചിടാൻ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിടാൻ പോകാം കേട്ടോ. നമ്മൾ കട്ട പോസ്റ്റായിട്ടോ ഗൈസ്. എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 മണിയായപ്പോൾ ഇവിടെ എത്തി. പക്ഷേ ഇവിടുത്തെ യൂണിയൻകാർ 3 മണി വരെയാണ് ഇവിടെ ലോഡ് ഇറക്കുള്ളൂ. അതിനുശേഷം അവർ പോയി കിറുക്കിത്തണ്ണി സാപ്പിട്ട് പടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ 9:30-ക്കാണ് അവർ വരുള്ളൂ. എന്നിട്ട് നാളെ രാവിലെ 9:30-ക്ക് വന്നതിന് ശേഷമാണ് ഇറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് രക്ഷയൊന്നുമില്ല. ഈ ലോഡ് ഇത്ര ഉള്ളൂ സംഭവം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇറക്കണമെങ്കിൽ നമുക്ക് ഇറക്കി വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നാളെ വന്നതിന് ശേഷമാണ് പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി ഈ മരത്തിന് ചുവട്ടിലേക്ക് കണ്ടു ഇവിടെ അങ്ങോട്ട് ഒതുക്കി നിർത്തി നമുക്ക് കിടന്നുറങ്ങാം. കുറച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം. ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും ഉച്ചയ്ക്ക് തന്നെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയി ഫുഡ് കഴിച്ച് വന്ന് നേരത്തെ ഇന്ന് കിടന്നുറങ്ങാം. അതാണ് പരിപാടി ഉദ്ദേശിക്കുന്നത്. ഇനി ഞങ്ങൾ കിടക്കണതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ റെയിൽവേ ക്രോസാണ് കേട്ടോ. റെയിൽവേ ക്രോസും റെയിൽവേ സ്റ്റേഷനാണ്. ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നുണ്ട് സംഭവം. അപ്പോൾ ഇവിടെ എപ്പോഴും ഈ റെയിൽവേ ക്രോസ് അടച്ചിടുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, നിറച്ചും വണ്ടികളും കാര്യങ്ങളായിട്ട് നല്ല തിരക്കാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ കട അടച്ചതിന് ശേഷം ഇവിടേക്ക് കയറ്റി നിർത്തി. ഇവിടെ കയറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇവിടേക്ക് കയറ്റി നിർത്താമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണം. അജീഷേ, ഇങ്ങനെ പോസ്റ്റ് കിട്ടാറുണ്ടോ? ഇങ്ങനെ പോസ്റ്റ് കിട്ടാറുണ്ടോ? അതെ. ഇതപ്പോൾ പുതുമയുള്ള കേസല്ല, എനിക്ക് മാത്രമേ പുതുമയുള്ളൂ അല്ലേ? ഞാൻ ദിപ്പം തന്നെ ഇറക്കി ദിപ്പം തന്നെ പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. കുഴപ്പമില്ല. 4 ദിവസം കിടന്ന സമയങ്ങളിൽ. അതെ. അപ്പോൾ പിന്നെ ഇതിനൊരു പുതുമയില്ല. അപ്പോൾ ഞാൻ നിലവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വഴിക്ക് എന്തായാലും തേനിക്ക് വന്നതല്ലേ, അപ്പോൾ തേനിയൊക്കെ ഒന്ന് കറങ്ങിയടിച്ച് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം തേനിയിലെ എന്തൊക്കെ കാഴ്ചകൾ ഉണ്ട് എന്നൊക്കെ നോക്കി ഞാനൊന്ന് വെറുതെ ഒന്ന് കറങ്ങിയടിക്കാം. എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഞാനിവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂറത്തോളം ഈ ഒരു കസ്റ്റമറിൽ ഇരിക്കുന്നു. ഒറ്റ ബസ്സില്ല. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സും കാര്യങ്ങളൊന്നും തീരെ വന്നിട്ടില്ല. ഇവിടെ വരുന്നത് മുഴുവൻ ഓട്ടോറിക്ഷകളില്ല. ഓട്ടോറിക്ഷകളുടെ സൈഡിൽ ഒരു സീറ്റിൽ എന്നിട്ട് ഓട്ടോറിക്ഷകളുടെ ഉള്ളിലാണ് ആൾക്കാർ ഓരോ സ്ഥലപ്പേര് വിളിച്ച് പറയുക. എന്നിട്ട് ആ സ്ഥലപ്പേര് വിളിച്ച് പറയുമ്പോൾ ആൾക്കാർ ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ കയറി പോകും. അതായത് എല്ലാ ഓട്ടോറിക്ഷയ്ക്കും അവിടെ ഒരു സീറ്റ് ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ആൾക്കാർ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ആ ഓട്ടോറിക്ഷ കണ്ടില്ലേ, എല്ലാവരും വിളിച്ച് പറയാൻ കൊണ്ടുപോകും. അതുപോലെ ആ ബസ്സൊക്കെ അതൊക്കെ. അപ്പോൾ പ്രൈവറ്റ് ബസ് നോക്കി നിൽക്കുന്ന കേസില്ല. ഏത് വണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ അതിനകത്ത് കയറിപ്പോകും. നമ്മുടെ അവിടെയൊക്കെ അങ്ങനെ സംഭവിക്കുമോ? പ്രൈവറ്റ് ബസ്സുകാർ ഓട്ടോക്കാർ ഓടിച്ചിട്ട് തല്ലില്ലേ?
ആ പരിപാടി ചെയ്താൽ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഓരോ നാട്ടിലും ഓരോ ഇത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റോ അല്ലെങ്കിൽ ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ. പകുതി ആൾക്കാർക്ക് ഹെൽമെറ്റ് എന്താണെന്ന് പോലും അറിയില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതകളുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നിയമങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കളി നടക്കില്ല. അതേ കളർ ബസ്സുകൾ എന്തോരം പോകണം. നമ്മുടെ നാട്ടിൽ വല്ല കളർ ബസ്സുകളൊക്കെ കാണാൻ പറ്റും. എല്ലാ നിയമം ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ കേരളമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നിയമങ്ങളും സ്ട്രിക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരെണ്ണത്തിന് ഒരു ചെറിയ ഇളവ് പോലും ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ ഇന്ത്യ മൊത്തം ഒന്നാണെങ്കിലും ആൾക്കാർക്ക് ഇളവുകൾ കൊടുക്കുന്ന സംസ്ഥാനത്തിൽ ഏറ്റവും വലുതാണ് കേട്ടോ തമിഴ്നാട്. അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് ഓരോരോ പരിപാടികൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല. കിട്ടാവുന്ന ആൾക്കാർ പിഴിഞ്ഞ് പൈസ മേടിക്കുക എന്ന് പറയില്ല, അതാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓട്ടോക്കാരനാണെങ്കിൽ അവൻ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തായാലും നല്ലൊരു പൈസയ്ക്ക് ഓടും. കാരണം ഓട്ടോയുടെ ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ പൈസ അത്യാവശ്യം നല്ല പൈസ കിട്ടും, കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ. മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ കേട്ടോ നമ്മുടെ നാടായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണത്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പിൽ ഇതേപോലെ കസാരയും കാര്യങ്ങളും ഉണ്ടോ? നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരു കമ്പി വെൽഡ് ചെയ്ത് വെച്ചിട്ട് അതിന് എങ്ങനെയും ആൾക്കാർ വീഴാണ്ടിരിക്കുക, അങ്ങനത്തെ സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ നോക്കിയാൽ അതുപോലെ എല്ലാ നിയമങ്ങളും ഉണ്ടെങ്കിലും എല്ലാത്തിനും ആൾക്കാർക്ക് ഇളവ് കൊടുത്ത് സുഖമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ തമിഴ്നാട്. ഞാൻ കണ്ടോടത്തോളം കൊണ്ട് എല്ലാ നിയമങ്ങളും എന്താ പറയുക ഉള്ള ഇന്ത്യയിലത്തെ എല്ലാ നിയമങ്ങളും എല്ലായിടത്തും ഒരേപോലെ ആണെങ്കിലും എല്ലായിടത്തും അളവ് കൊടുത്ത് ഇത് ചെയ്യണ പോലെ കേരളവും ഒരു ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു തന്ന് നിയമത്തിൽ ചെറിയ സാധ്യതകളുണ്ടെങ്കിൽ ജനങ്ങളെ സഹായിക്കാൻ നമ്മൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. അത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവുകയെന്ന്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പറയണേ. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിൻ്റെ മൊത്തം ഭാഗങ്ങളിലൂടെ ഒന്ന് കറങ്ങി അടിച്ചു കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒരു റൗണ്ട് അടിച്ച് വന്നു. ഇനി നേരെ വണ്ടിയുടെ അവിടേക്ക് തിരിച്ചു പോകണം. കുറച്ച് ദൂരം കൂടി അവിടെ മരക്കടി ഒന്ന് നടക്കണം, എന്നിട്ട് തിരിച്ചു വരാമെന്ന് വെച്ചിട്ടാണ്. കുറേ കിലോമീറ്റർ നടന്നു കേട്ടോ. എന്താ പറയുക, ടൗണിലൊക്കെ വന്നിട്ട് ഒന്ന് മൊത്തം കണ്ടു പോകണ്ടേ. അതുകൊണ്ട് എല്ലാം ഒന്ന് റൗണ്ട് അടിച്ചു. ഇനി അങ്ങേറ്റം വരെയൊക്കെ പോയിട്ട് അവിടെ ബസ് സ്റ്റാൻഡിൽ ഉണ്ട്, അവിടെ മരക്കടി ഒന്ന് പോയിട്ട് തിരിച്ചു വരണം. കളർഫുള്ളായിട്ടുള്ള വണ്ടികൾ എന്തൂരം കിടക്കണേന്ന് നോക്കി. എന്ത് പൊന്നെ, എന്ത് രസമാണെന്ന് നോക്കി. ഓ, നമ്മുടെ ജോസേട്ടൻ്റെ സ്വർണ്ണക്കട തേനിയിലുണ്ട് കേട്ടാ. ഇല്ലാത്ത സ്ഥലമൊന്നുമില്ല. എല്ലാം മുക്കിലും മൂലയിലും നമ്മുടെ തൃശ്ശൂരുകാരുടെ കടയുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടോ, ഇത്ര വലിയൊരു തുണിക്കട ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ഇംഗ്ലീഷിലൊരു പേരേ ഇല്ല. അപ്പോൾ അത് കാരണം വായിക്കാൻ അറിയാണ്ട് നിൽക്കുന്ന ഞാൻ തുണിക്കടയുടെ പേര് എന്തോ തമിഴിൽ എനിക്ക് ആദ്യമൊക്കെ കുറച്ച് വായിക്കാൻ അറിയാമായിരുന്നു. ഇപ്പോൾ ഒന്നും വായിക്കാൻ അറിയണില്ല ഗൈസ്, എല്ലാം മറന്നുപോയി. അപ്പോൾ കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറേയൊക്കെ പൊളിച്ചു പോയി തുടങ്ങിയിട്ട്. അവിടെ ആ ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ വെറൈറ്റി ഉള്ള സംഭവം, ഉഴുന്നുവട, പരിപ്പുവട, അതുപോലെ തന്നെ വേറെ എന്താ സപ്പോള പൊടി എന്തെങ്കിലും ഒരു സാധനം ഞാനും മേടിച്ചു. 3 10 രൂപ. അപ്പോൾ എന്താ സംഭവം എന്നുള്ളതൊന്ന് തിന്ന് ടേസ്റ്റ് നോക്കാമല്ലോ എന്നിട്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഉഴുന്നുവട കഴിച്ചു. ഭയങ്കര ചൂട് കാരണം ടേസ്റ്റ് ഒന്നും മനസ്സിലായില്ല. കുഴപ്പമില്ല, എന്നാലും നല്ലതാണ്. അപ്പോൾ സ്ട്രീറ്റിൽ വല്ല നല്ല ഫുഡ് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. വെറുതെ ടൗണിൻ്റെ ഉള്ളിൽക്കൂടി ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ഫുഡും കാണാനില്ല. അതുപോലെ തന്നെ വേറെ കടകൾ, ഇങ്ങനെയുള്ള കുറച്ച് കടകളല്ലാണ്ട് വേറെ വെറൈറ്റിയുള്ള കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. എന്തെങ്കിലും കച്ചവട സ്ഥലങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ ഒന്നും കാണുന്നില്ല കഴിച്ചു. കുറേ പച്ചക്കറി കച്ചവടം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമല്ല. അത് തിക്കും തിരക്കുള്ള കച്ചവടങ്ങളൊന്നുമില്ല. വണ്ടികളുടെ തിരക്ക് മാത്രമേ മെയിനായിട്ട് കാണുന്നുള്ളൂ ഇവിടെ. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നാലേ മൊത്തത്തിലൊക്കെ ഇത് ചുറ്റി കറങ്ങി നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അജീഷിനെ വിളിച്ചു. അപ്പോൾ അജീഷ് നടക്കാനില്ല എന്ന് പറഞ്ഞു. ഇത് ബസ് സ്റ്റാൻഡാണ്. ഇവിടുത്തെ 2-3 ബസ് സ്റ്റാൻഡ് ഉണ്ട്. 2 ബസ് സ്റ്റാൻഡ് കണ്ടുണ്ട്. അതിലൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡും അതേപോലെ ടൗണിൻ്റെ ഉൾവശവും ഒക്കെ മൊത്തം ഒന്ന് കറങ്ങി അടിച്ചു. ഇനി നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോകാം കേട്ടോ. ഇവിടുന്ന് ഒരു ബസ്സിൽ കയറിയിട്ടോ നമ്മൾ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോകണത്. അപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ബസ്സിൽ ഫുള്ള് ആൾക്കാരൊക്കെ തീരെ കുറവ്. 5 രൂപയുള്ളൂ കേട്ടോ നമ്മൾ ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പ് വരെ. അപ്പോൾ എന്തായാലും അതിൽ കയറി നേരെ നമ്മൾ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് ഇറങ്ങാം. മിനിമം ചാർജ് ഇവിടെ 5 രൂപയാണ് കേട്ടോ. കണ്ടോ, 5 റുപ്യക്ക് നമ്മൾ ഇവിടം വരെ എത്തിയിട്ടാ. നോക്കിയേ, നമ്മുടെ നാട്ടിൽ 5 രൂപയുടെ വണ്ടി ഉണ്ടോ? 5 രൂപയ്ക്ക് മിനിമം ചാർജ്. 5 രൂപയുള്ള വണ്ടി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. ഞാൻ ട്രാൻസ്പോർട്ടിൽ ലോക്കൽ ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയില്ല. അതേ നമ്മൾ വന്ന വണ്ടി പോകണു. എന്നാലും ഞാൻ 10 രൂപയെങ്കിലും മിനിമം ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ 5 റുപ്യ ആയുള്ളൂ. അതെന്തായാലും നന്നായി. ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ വണ്ടി കിടക്കണേ. അപ്പോൾ നടന്ന് നമ്മൾ വീണ്ടും നടന്നല്ല വണ്ടിയിൽ കയറി നമ്മളങ്ങനെ ഇവിടം വരെ എത്തിയിട്ടോ. പണി നടക്കണ കാരണം ആകെ പൊടിയാണ് കേട്ടോ. ഫുൾ പൊടിയാണ്.
മുതലൊരു 100 സാപ്പ് ഇട്ടു. അതിനപ്പുറത്തല്ല, കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. മീൻ, അതുപോലെ തന്നെ എന്താ പറയുക കാര്യങ്ങൾ, ലൗലിപ്പൊപ്പ്, പിന്നെ എന്തോ ഒരു മീൻ, പിന്നെ കാട, പിന്നെ അതുപോലെ തല, പിന്നെ വേറെ ഇവിടെ എന്താ ഏതെടുത്ത് കഴിഞ്ഞാലും 100-ന് 30 രൂപ അങ്ങനെയുണ്ട് വില. അപ്പോൾ 300 രൂപ കിലോ. അപ്പോൾ ഞാനും അജീഷും കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ നേരത്തെ ബസ്സിൽ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് കുറച്ച് നടന്നു ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നോക്കി കുറച്ച് സ്ഥലത്തില്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു മണം കേട്ടപ്പോൾ ഇവിടേക്ക് വന്നു. പക്ഷേ നമ്മൾ ശരിക്കും ഇവിടെ നിന്നല്ല കഴിക്കണം. ഇവിടുന്ന് ഇത് മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോകുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം ഇത് തരില്ല ചേട്ടൻ. രണ്ടാമതും വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് പൊരിക്കുന്നുണ്ട് അവിടെ ഒരു ചേട്ടൻ നിന്നിട്ട്. അപ്പോൾ എന്താ പൊരിക്കട്ടെ, തിന്ന് നോക്കിയിട്ട് ബാക്കി പറയാം. നമ്മളൊരു കാടയും കൂടി പറഞ്ഞോട്ടെ. ഇവിടെ ഇരിപ്പ് കണ്ടിട്ടെ ഇതൊന്നും അങ്ങനെ വിടാൻ തോന്നണില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാടയും കൂടി പറഞ്ഞു. പിന്നെ ഇവർ ശരിക്കും ഇത് ഹാഫായിട്ടാണ് ബോയിൽ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് കൂടാണ്ട് ഫുള്ളായിട്ട് ചേട്ടൻ ഇവിടെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് പറയുമ്പോൾ തന്നെ നേരെ മൊരിയിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. മൊരിയിപ്പിച്ച് എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അതേ ഇവിടെ കണ്ടോ കോഴിക്കാലുണ്ടല്ലേ. ഇത് ഒരെണ്ണം എത്ര രൂപയാ? ഒരെണ്ണം കൊടുക്കില്ല. 5 കാല് 20 രൂപ. അപ്പോൾ 5 രൂപയ്ക്ക് ഒരെണ്ണം കൊടുക്കും, കുഴപ്പമില്ല. കൂടെ ഓരോ സാപ്പെടുത്ത്. ഇവൻ കഴിക്കോ? നീ കഴിക്കോ? ഇല്ല, അവൻ കഴിക്കില്ല. ഞാൻ മറ്റൊന്നും കഴിക്കും. അതിനാലും എല്ലാം ടേസ്റ്റ് പണ്ടതുക്ക്. നാഗാലാൻഡിൽ പോയപ്പോഴാണ് കോഴിക്കാല് കഴിച്ചത്. പിന്നെ അല്ലല്ല സാപ്പെടുത്തക്ക്. അപ്പോൾ നാഗാലാൻഡിൽ പോയ സമയത്ത് കഴിച്ചത് ഇതൊക്കെ എൻ്റെ പിന്നെ. അതിന് ശേഷം കഴിച്ചിട്ടില്ല കോഴിക്കാലൊക്കെ. അവിടെ കിട്ടും ഇതൊക്കെ. പാമ്പ്, പഴുതാര, എല്ലാ സാധനവും കിട്ടും. പുഴു. പുഴുവൊന്നും കഴിച്ചിട്ടില്ല, കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ അവിടെ കിട്ടുമായിരുന്നു. പക്ഷെ കുറേ അന്വേഷിച്ച് നടന്നു. നമ്മുടെ മീൻ വന്നിട്ടുണ്ട്. വാ നമുക്കൊരു സ്ഥലത്ത് ഇരുന്നങ്ങ് കഴിക്കാം. അപ്പോൾ എവിടേക്കാ പോണ്ടേ? അത് കുഴപ്പമില്ല. വാ. ഇതാണ് നമ്മൾ 100 ഗ്രാം 30 രൂപയ്ക്കുള്ളതാണ് പറഞ്ഞേട്ടാ. 30 രൂപയ്ക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം നമ്മൾ കുറേശ്ശെ ടേസ്റ്റ് ചെയ്തിട്ട് പോകാന്ന് വെച്ചിട്ടാ. കൊണ്ടുപറ്റുമോ ഓരോന്നോരോന്നും. അജീഷ പടയ്ക്ക് ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയും. നിൻ്റെ ടേസ്റ്റാണ് ഫസ്റ്റ് പറയുന്നത്. നീ പറഞ്ഞോ ഓക്കെയാണ്. ഭയങ്കര ചൂടായാലും ടേസ്റ്റ് അറിയാൻ പ്രശ്നമാവും അല്ലേ? ടേസ്റ്റ് ഇല്ല? നല്ലതാണോ? ഇനി ഞാനൊന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ പറയാം. സൂപ്പറാണോ? കുഴപ്പമില്ലെന്നല്ല, സൂപ്പറായി. എനിക്ക് പറയാനൊന്നുമില്ല. ബാക്കിയുള്ളത് അടിപൊളിയോ ഓരോ നല്ലതായി നമുക്കറിയാമല്ലോ. മറ്റൊന്നും സൂപ്പറാവുന്നു. കാടയും പിന്നെ കോഴിക്കാലെ പറഞ്ഞാൽ നമ്മുടെ മൊബൈലിലെ ചാർജ് ഇപ്പോൾ തന്നെ തീരുകയും ചെയ്യും. നമ്മുടെ കോഴിക്കാല് വന്നു കേട്ടോ. അതേപോലെ കാടയും വന്നു. അജീഷ് ഒരു കോഴിക്കാല് കഴിക്കില്ലേ? ഇതേവരെ നീ കഴിച്ചിട്ടില്ലല്ലോ. അല്ല ഇതേവരെ കഴിച്ചിട്ടില്ലല്ലോ. ടേസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കി നോക്കിയോ. അയ്യോ ഭയങ്കര ചൂട്. അടിപൊളിയായിട്ട് ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ട് നീ ബാക്കിയുള്ള കോഴികളെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അതിൻ്റെ കാല് വെട്ടിയെടുക്കും. വേണമെങ്കിൽ കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. കാട കഴിച്ചോട്ടോ. അപ്പോൾ എന്തായാലും കാടയും അതുപോലെ തന്നെ കോഴിക്കാലും ഒക്കെ ഒന്ന് ഞങ്ങൾ ടേസ്റ്റ് നോക്കട്ടെ. ഈ മീൻ അടിപൊളിയായിരുന്നു. ബാക്കിയുള്ള ചൂടാറിയിട്ട് തിന്നാൻ പറ്റുന്നത് വെളിച്ചെണ്ണ അങ്ങനെ തന്നെ എടുത്ത കാരണേ ഒട്ടുക്കത്തെ ചൂടാവും. ഞങ്ങൾ നേരത്തെ കഴിച്ച സ്ഥലത്ത് നിന്ന് പോന്നു. അവിടെ ഇഡ്ഡലിയും ദോശയും ഇല്ല. ഈ വറവ് ഇതേപോലത്തെ വറവ് ഇവിടെ അതേ സെയിം തന്നെയാണ്. ഇത് എല്ലാ സാധനങ്ങളും കണ്ടോ വറുത്ത് വെച്ചേക്കണേ. ഇവിടെ അതൊരു ഭയങ്കര കച്ചവടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, വറുത്ത സാധനങ്ങളുടെ കച്ചവടം. അപ്പോൾ ഞങ്ങൾ ഒരേ ഇഡ്ഡലി, ഇവന് ദോശ അല്ലേ, ഇഡ്ഡലി. നിനക്ക് ഇഡ്ഡലി, എനിക്കും ഇഡ്ഡലി. അപ്പോൾ ഇഡ്ഡലിയുടെ ചെമ്പോട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഓരോ ഇഡ്ഡലിയും കഴിച്ചിട്ട് പോകാം. ഇനിയിപ്പോൾ മീൻ മാത്രം കഴിച്ച് അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇരിക്കുന്നത് ഇത്ര വലിയ ക്രെയിൻ്റെ ചോട്ടിലാണ് കേട്ടത്. ഇത് കണ്ടോ, ഈ വണ്ട ക്രെയിൻ്റെ ചോട്ടിലിരുന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ഇത് മറ്റേ ഫ്രിഡ്ജിൻ്റെ മറ്റേ വലിയ വലിയ സാധനങ്ങൾ കയറ്റി വയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണെന്നുണ്ടല്ലേ ഈ സംഭവം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഫുഡ് കിടിയും കഴിച്ച് നേരെ ഇവിടുന്ന് വണ്ടിയുടെ അവിടേക്ക് പോവാണ്. പോയിട്ട് ഇന്ന് കിടന്നുറങ്ങും അല്ലേ. എന്നിട്ട് നാളെ രാവിലെ അയ്യോ എനിക്ക് ഇഡ്ഡലി എടുക്കാൻ പറ്റേ നീ സാപ്പിട്ടെ ഒരെണ്ണം. എനിക്ക് ഷേപ്പ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല.